നമുക്ക് ആദ്യ മത്സരാർത്ഥിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നിസാം. നിസാം തളിപ്പറമ്പ് 1995 മാസ്റ്റർ നിസാം എന്ന പേരിൽ ആൽബം മേഖലയിൽ ശ്രദ്ധേയനായ ഒരു ചെറു ഗായകൻ. ഇന്ന് യുവത്വത്തിന്റെ പൂമരക്കൊമ്പിൽ നിന്നും മൈലാഞ്ചിയുടെ മേന്മകൾക്കായി എത്തിച്ചേരുന്നു. നിസാമേ, നല്ല ഡ്രസ്സിംഗ് സെൻസ്. നിസാമിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടുണ്ട് ഇന്ന് ഇവിടെ വന്നിട്ട് എല്ലാവരും പറയുന്നത്. ഏതാണ് പാട്ട്? ആൽബത്തിൽ പാടിയത്? അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം. മലയാള ആൽബം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കേൾക്കാത്തവർക്ക് വേണ്ടി കേട്ട ഒരുവിധപ്പെട്ട എല്ലാവരും ഈ മാപ്പിളപ്പാട്ടിന്റെ പ്രേക്ഷകർ എല്ലാവർക്കും അറിയാവുന്ന ഹിറ്റ് ഗാനമാണ്. രണ്ടുപേരും പാടിയിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് തുടങ്ങിയ വെറുതെ ജസ്റ്റ് ആ ഗായകനൊന്ന് പരിചയപ്പെടാം. അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം, അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം, അലിവോടെ തോന്നിയതെല്ലാം അറിയിച്ചതെന്തേ, മറക്കുവാനാണേൽ സഖി നീ പ്രണയിച്ചതെന്തേ. വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഗാനമാണ്. നിരവധി അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഒരുപാട് എന്താ പറയുക റിംഗ് ടോൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കാമുകന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിംഗ് ടോൺ ഇതായിരിക്കാം അല്ലേ? അറിഞ്ഞിരുന്നില്ലെന്ന് ഇങ്ങനൊരു പ്രേമം. അപ്പോൾ അത്തരത്തിലുള്ള ആൽബത്തിലൂടെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗായകൻ നമുക്ക് വേണ്ടിയിട്ട് ഗാനം ആലപിക്കാൻ വരുമ്പോൾ വളരെ ഏറെ പ്രതീക്ഷ നമുക്ക് നൽകുന്നു. ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണ്? ഏവിക്കാണ്ട് ആകലോക കാരണമുത്തൊളി എന്ന ഒരു ഗാനം. അപ്പോൾ നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം. ആകലോക കാരണമുത്തൊളി യാ റസൂലേ, എങ്ങും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. ആകലോക കാരണമുത്തൊളി യാ റസൂലേ, എങ്ങും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം, വീര്യമുള്ള മനുഷ്യത്വം വേററുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക നാട്ടിൽ, ഹാഷിം ഖുറൈശി വീട്ടിൽ, അലങ്കാര മുഹമ്മദ് പേരൊളിവാലേ. ആകലോക കാരണമുത്തൊളി യാ റസൂലേ, എങ്ങും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ. അന്ധതയെന്നഹങ്കാരം അക്രമവും വ്യഭിചാരം, അന്ധതയെന്നഹങ്കാരം അക്രമവും വ്യഭിചാരം, അന്തസുറ്റേ പരിഹാരം ആക്കി നാട്ടിൽ സത്യാചാരം കാട്ടി, കലിമാവിരലതും നീട്ടി വിജയ കൊടിയും മേന്തി, തറയറ്റ സൽഗുണമാർഗ റസൂലേ. ആകലോക കാരണമുത്തൊളി യാ റസൂലേ, എങ്ങും ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ.
അന്ത്യലോക പ്രവാചക അമ്പിയാക്കളിൽ അധീപ, അന്ത്യലോക പ്രവാചക അമ്പിയാക്കളിൽ അധീപ, വൻ പദവിയുള്ള താജുൽ അമ്പിയ മുസ്തഫ ത്വാഹ വിത്തെ, ലോകൈക റഹ്മത്തെ, ലോചനമണി മുത്തെ, സർവോരിലും ഉന്നത സാക്ഷി റസൂലേ, ആകലോക കാരണമുത്തൊളി യാ റസൂലേ, എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ, ആകലോക കാരണമുത്തൊളി യാ റസൂലേ, എങ്ങും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. നിസാമിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ്, നിസാമിന്റെ പാട്ടുകളിൽ ഉണ്ടായിരുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മയും ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ജഡ്ജസിനോട് ചോദിക്കാം. അബിഡിക്ക ടോട്ടലി നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതിൽ യാ റസൂലേ എന്ന് പാടുന്ന ആദ്യത്തെ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് പാടോട്. അതിൽ ആദ്യം പാടിയത് ഞാൻ പറയുന്നത്, ആദ്യം പാടിയപ്പം സ്ലിപ്പായി പോയി, റസൂല എന്നുള്ള സംഗതിയും പോയി. പിന്നെ അത് പാടുമ്പോഴൊക്കെ ശരിക്കും പാടുന്നുണ്ട്. ഒന്ന് പാടോടെ. ആകലോക കാരണമുത്തൊളി യാ റസൂലേ, എങ്ങും ആദിജ്യോതി യാ റസൂലേ, അങ്ങനെയല്ല പോന്ന് യാ റസൂലേ. അപ്പൊ കറക്റ്റാ, അതേ സാധനം നന്നാക്കി പാടുന്നുണ്ട്. പക്ഷെ അവിടെ ചില സ്ഥലത്ത് എന്താ വിട്ടുപോകുന്നത്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും പ്രശ്നം തോന്നില്ല എനിക്ക്. പിന്നെ ഒരു വേർഡ്സിൽ ഇങ്ങനെ ഒരു സംശയം. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ഇവിടെ ലോകൈക റഹ്മത്തെ ലോചന, ലോകൈക റഹ്മത്തെ, ലോചനമണി മുത്തെ, സർവോരിലും. എനിക്കൊന്നും മനസ്സിലായില്ല ലോചന എന്നുള്ള വാക്ക്. ലോചനമണി മുത്തെ ആദർശൊക്കെ എനിക്ക് മനസ്സിലായി ചോദിച്ച, പക്ഷെ അത് അക്ഷരങ്ങള് കുറവാണെന്ന് ചേർക്കാത്തത് കൊണ്ട്, അവിടുന്ന് ചേരാത്തത് കൊണ്ടാണോ ചില വാക്കുകൾ അങ്ങനെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി ചെയ്യുമ്പോ അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫീൽ ചെയ്ത്. ഇതിന്റെ സംഗീതം അറിയിക്കും ബാബുരാജ് ആണ് സംഗീതം എന്നാണ് ഗ്രാംഫോൺ റെക്കോർഡിലുള്ളത്. പക്ഷെ ബാബുക്ക ഇത് ട്രഡീഷണൽ ട്യൂണിൽ എഴുതിയതാണ് പാട്ടുകൾ കേട്ടി. പക്ഷെ സംഗീതം ഒന്ന് കൊടുത്തിട്ടുള്ളൂ, ഓർക്കസ്ട്രേഷൻ ആണ് ബാബുക്ക ചെയ്തത്. അതിൽ മൊത്തത്തിൽ തെറ്റില്ലാതെ പാടിയിട്ടുണ്ട്. നല്ലൊരു പാട്ട് കേട്ടതിന്റെ സന്തോഷത്തിൽ ഞാനിരിക്കുന്നു. ഈ ആൽബത്തിലെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ആൽബത്തിലെ പാട്ട് പാടി ഹിറ്റ് ഗാനം പാടിയിട്ടും ഈ പാട്ട് പാടി ആരാന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു കേരളക്കാരെ മൊത്തം. പക്ഷെ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഇത് തന്നെയാണ് ഓഡിയൻസും ഞങ്ങളും അറിഞ്ഞിരുന്നില്ലല്ലോ ഈ കുട്ടിയാണ് പാടിയത് എന്നോർത്ത് എല്ലാവരും ഇപ്പൊ പിടികിട്ടിയല്ലോ സന്തോഷത്തില് എല്ലാരും തുള്ളിച്ചാടുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ മൈലാഞ്ചിയുടെ പ്രോഗ്രാമിൽ അവസാനം വരെ പിടിച്ചു നിൽക്കുവാനും നല്ല നല്ല പാട്ടുകളിലൂടെ വെള്ളിയാഴ്ചകളും വ്യാഴാഴ്ചകളും സന്ധികളെ ശോഭനമാക്കുവാനുള്ള എല്ലാവിധ ഭാവിയും ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ ജഡ്ജ്മെന്റ് ഇവിടെ താൽക്കാലികമായി മാത്രം നിർത്തുന്നു. ടോട്ടലായിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റൊക്കെ ഒരു ശ്രുതിയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ ഒരു മടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതിനിടയ്ക്ക് ഒരു വരി ഉണ്ടായിരുന്നോ? ചെറുതായിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ടുള്ളൊരു പേടി, ഒരു ടെൻഷൻ, അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വിജയക്കൊടിയും നാട്ടി എന്നാണ്, ഏന്തി രണ്ടിന്റെ അർത്ഥം ഒന്നാണ്, വിജയക്കൊടിയും ഏന്തി. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വിജയക്കൊടിയും നാട്ടി എന്നാണ് ശരിക്കും. വിജയക്കൊടിയും നാട്ടി കറയറ്റ സൽഗുണമാർഗ റസൂലേ ആകലോക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിന്റെ എന്താണ് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഫീൽ കൊടുക്കണം. ഇപ്പം ലാസ്റ്റൊക്കെ പാടുമ്പോൾ നിസാം കൈകൊണ്ട് വീശി ഒരു മദ്ഹ് ഗാനമാണ്, അപ്പൊ അത്ര ആവേശം കൊടുക്കരുത്. മദ്ഹ് ഗാനാകുമ്പോൾ ബഹുമാന ഗാനമാണ്, റസൂലിനെ പറ്റി പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സീരിയസ് പാട്ടിൽ വേണം. ബാക്കി പാടിയത് ടോട്ടലി വളരെ നന്നായിരുന്നു, നല്ല സ്ഫുടതയോടുകൂടി പാടിയിട്ടുണ്ട്. ഓക്കെ നിസാം, ഉപദേശങ്ങൾ കേട്ടില്ലേ, അതിന്റെ തെറ്റുറ്റങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഗാനം പാടാൻ വേണ്ടി വരുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ഭാവങ്ങളും സംഗീതത്തിന്റെ ഭാവവും
രുചിയും ഭേദമൊക്കെ മനസ്സിലാക്കിയിട്ട് വേദിയിൽ നിന്ന് പാടും എന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.